ഇറാൻ്റെ നേരെയുള്ള US ഇസ്രായേൽ അധിനിവേശം ഇപ്പോൾ 100 ദിവസം കഴിഞ്ഞ് ഇപ്പോൾ 101 ദിവസത്തിലേക്ക് തിരിക്കുകയാണ്. അതിലാദ്യത്തെ 40 ദിവസമായിരുന്നു വലിയ ആക്രമണങ്ങളൊക്കെ നടന്നത്. ഇപ്പോൾ അതിനുശേഷം പിന്നീട് വെടിനിർത്തലാണ്. ഈ വെടിനിർത്തൽ കാലയളവിലും ഇടയ്ക്കിടയ്ക്ക് പ്രകോപനം അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും ഉണ്ടായിക്കൊണ്ടിരുന്നു. അവസാനം അതിപ്പോൾ ഈ ദോഹയിൽ, ഖത്തറിലെ ദോഹയിലുള്ള ഒരു അമേരിക്കയും അതുപോലെ തന്നെ ഇറാനും തമ്മിലുള്ള ഒരു ചർച്ചയിലേക്ക് എത്തിച്ചേർന്നു. ആ ചർച്ചയിൽ വല്ലതും സംഭവിക്കും, വല്ല സമാധാനം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടപ്പോൾ ഉടനെ തന്നെ വീണ്ടും ഇസ്രായേൽ പതിവ് പോലെ തന്നെ ലെബനനിലേക്കുള്ള ആക്രമണം രൂക്ഷമാക്കി ഇറാനെയും ആക്രമിച്ചു. അപ്പോൾ ഇറാനിലേക്ക് വീണ്ടും ആക്രമണം ഉണ്ടായി. അതിൽ തിരിച്ച് ഇറാൻ ഈ ഞായറാഴ്ച രാത്രി വളരെ ശക്തമായി തന്നെ ഇസ്രായേലിലേക്ക് തിരിച്ചടിച്ചു. ഇസ്രായേലിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി. അതിനിടയിലാണെന്നുണ്ടെങ്കിൽ ഈ യുദ്ധം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് തടിയൂരി പോകണം എന്നുള്ള ഒരു നിലയിൽ ട്രംപ് എത്തിച്ചേർന്നിട്ടുണ്ട്. അമേരിക്കൻ കോൺഗ്രസിൽ തന്നെയും ഇത് ട്രംപിൻ്റെ ഇറാൻ യുദ്ധത്തിന് എതിരായിട്ടുള്ള പ്രമേയം പാസ്സായി. പക്ഷേ അത് സെനറ്റിലെത്തി കഴിയുമ്പോഴോ അല്ലെങ്കിൽ സെനറ്റിൽ അവർക്ക് അത് പാസ്സാക്കിയെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ അത് സെനറ്റിൽ പാസ്സാക്കിയാൽ പോലും US പ്രസിഡന്റ് അതിന് വീറ്റോ ചെയ്യാനുള്ള പവേഴ്സ് ഉണ്ട്. പക്ഷേ കോൺഗ്രസിൽ ഒരു അമേരിക്കൻ പ്രസിഡന്റിനെതിരായിട്ടുള്ള പ്രമേയം പാസ്സാവുക എന്നുള്ളത് വളരെ അപൂർവമായിട്ട് നടക്കുന്ന കാര്യമാണ്. ഈ ഒരു ഇടക്കാല തിരഞ്ഞെടുപ്പ് വരുന്ന ഒരു സാഹചര്യത്തിൽ ട്രംപിൻ്റെ അമേരിക്കയിലെ നിലനിൽപ്പ് വളരെ വളരെ പരുങ്ങലിലാണ്. വീണ്ടും ട്രംപ് കഴിഞ്ഞ ദിവസം ഒരു പത്രപ്രവർത്തക ചോദിച്ച ചോദ്യത്തിന്, അതായത് ബൈഡനെ ആണ് ഇതിനൊക്കെ കാരണമെന്ന് പറഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തെളിവുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ തെളിവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ രൂക്ഷമായിട്ട് പത്രപ്രവർത്തകയെ ചീത്ത പറഞ്ഞ്, പിന്നെ പത്രക്കാരെ മുഴുവൻ ചീത്ത പറഞ്ഞ് ട്രംപ് ഇൻ്റർവ്യൂവിൽ നിന്ന് എഴുന്നേറ്റ് പോയി. അപ്പോൾ ട്രംപിൻ്റെ ഒരു അവസ്ഥ ഇതാണ്. അതിനിടയിലാണ് നെതന്യാഹുവിൻ്റെ പ്രകോപനങ്ങൾ. അവസാനം നെതന്യാഹുവിനെ ട്രംപ് താനൊരു ഭ്രാന്തനാണ് എന്നുവരെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടും ട്രംപിൻ്റെ നില വളരെ പരുങ്ങലിലാണ്. കാരണം നെതന്യാഹു വിളിച്ച് ട്രംപിനോട് സംസാരിക്കുമ്പോൾ ട്രംപ് നെതന്യാഹുവിൻ്റെ ഭീഷണിക്ക് വഴങ്ങുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോഴും ഉള്ളത്. കാരണം നമുക്കറിയാം, ഈ പറയുന്ന എപ്സ്റ്റീൻ ഫയലുകളും ട്രംപുമായിട്ടുള്ള ബന്ധം, ആ എപ്സ്റ്റീൻ ഫയലുകൾ ക്രിയേറ്റ് ചെയ്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെതന്യാഹു ആണെന്ന് നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് ഒരു ഇസ്രായേലി ഇൻ്റലിജൻസ് ഏജൻസിയുടെ വർക്കിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെല്ലാവരെയും ഭീഷണിപ്പെടുത്തുന്ന വീഡിയോസ് ഇവർ നെതന്യാഹു കയ്യിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ലെബനനിലേക്കുള്ള ആക്രമണം നിർത്തണമെന്ന് വീണ്ടും ട്രംപിന് നെതന്യാഹുവിനോട് ആവശ്യപ്പെടേണ്ടി വന്നു. പക്ഷേ ആ ആവശ്യത്തോട് ഏത് രീതിയിലാണ് പ്രതികരിച്ചത് എന്ന് നമുക്കറിയില്ല. പക്ഷേ ഞായറാഴ്ച ഇറാൻ നടത്തിയ വലിയ ആക്രമണം 6 തവണയായിട്ടാണ്, 6 വേവ്സായിട്ടാണ് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയത്. ഇസ്രായേലിൻ്റെ വളരെ ഇൻറ്റീരിയറായിട്ടുള്ള ഭാഗങ്ങളിലുള്ള പ്രധാനപ്പെട്ട ആണവ നിലയങ്ങളുള്ള കേന്ദ്രങ്ങളിൽ പോലും ആക്രമണം നടന്നു. ആ സ്ഥിതിയിൽ ഇസ്രായേലിലെ ജനങ്ങളും നെതന്യാഹുവിനെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഇതെങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ നോക്കുമ്പോൾ നെതന്യാഹു സമ്മതിക്കില്ല. ഈ അവസ്ഥയിൽ നെതന്യാഹുവിന് എങ്ങനെയെങ്കിലും ഈ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങണമെന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല, നെതന്യാഹുവിന് പിൻവാങ്ങാൻ പറ്റില്ല. കാരണം പിൻവാങ്ങിക്കഴിഞ്ഞാൽ അടുത്ത നടപടി ഉണ്ടാകാൻ പോകുന്ന, രാജ്യത്തിനകത്ത് തന്നെ നടപടി ഉണ്ടാകാൻ പോകുന്നത് നെതന്യാഹുവിനെതിരായിട്ടാണ്. അപ്പോൾ ഇത് ഒരു വല്ലാത്ത ഊരാക്കുടുക്കിലാണ് ട്രംപും നെതന്യാഹുവും ചെന്നുപെട്ടിരിക്കുന്നത്. ഇറാനെ ഒരാഴ്ച കൊണ്ട് ഇല്ലാതാക്കി അവിടെ പുതിയ ഭരണകൂടം ഉണ്ടാക്കി, അത് കഴിഞ്ഞിട്ട് അവിടുത്തെ എണ്ണ മുഴുവൻ കടത്തിക്കൊണ്ടുപോകാമെന്നുള്ള വ്യാമോഹത്തിൽ നിന്ന ആ ട്രംപും, അതുപോലെ ഇറാനെ കീഴ്പ്പെടുത്തിയിട്ട് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ശക്തിയായി മാറാമെന്ന് കൊതിച്ച ഇസ്രായേലും ചെന്നുപെട്ടിരിക്കുന്നത് വലിയൊരു ഊരാക്കുടുക്കിലാണ്. യുദ്ധം ചെയ്ത് ഈ വലിയ ശക്തി എന്ന് പറയുന്ന അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ എല്ലാ താവളങ്ങളും നശിച്ചു. അതുപോലെ തന്നെ അവരുടെ കയ്യിലുള്ള ആയുധശേഷിയും കണ്ടമാനം കുറഞ്ഞു. എന്നാൽ ഇതൊന്നും തന്നെ ഇറാൻ സംഭവിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ഇതുവരെയുള്ള യുദ്ധത്തിൻ്റെ ഗതി കണ്ടാൽ മനസ്സിലാവുക. ഒന്നുകിൽ അവർ നേരത്തെ ഉപയോഗിച്ചിരുന്നതെല്ലാം തന്നെ അവരുടെ പഴയ ആയുധങ്ങളായിരിക്കണം, പുതിയ ആയുധങ്ങൾ അവർ ഇപ്പോഴുള്ള യുദ്ധത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കാം. അല്ലെങ്കിൽ മറ്റൊരു കാര്യം, ഈ ആയുധങ്ങൾ തീരുന്നതനുസരിച്ചിട്ട് ഇറാൻ്റെ സഖ്യകക്ഷികൾ അവർക്ക് ആവശ്യത്തിനുള്ള ആയുധം സപ്ലൈ ചെയ്യുന്നുണ്ട്. ചൈനയോ റഷ്യയോ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തു തന്നെയായാലും ഇറാനിന് വലിയ പരുക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഇറാൻ യുദ്ധസന്നദ്ധമാണ്. അതേസമയം യുദ്ധം ചെയ്യാൻ അങ്ങോട്ട് പോയ US-ൻ്റെയും ഇസ്രായേലിൻ്റെയും കാര്യം വലിയ പരുങ്ങലിലാണ്. അപ്പോൾ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ അമേരിക്ക ഉപയോഗിക്കുന്നത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യത്തിൻ്റെ നയതന്ത്ര
ബന്ധങ്ങളാണ്. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ച് തരണമെന്ന് ട്രംപിന് അവസാനം പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയോട് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അവരാണെന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് കാലുപിടിക്കുകയാണ് ഇതെങ്ങനെയെങ്കിലും നടത്താൻ. അല്ല, അവർക്കും വേറെ വലിയ സ്വാധീനമൊന്നും ആ മേഖലയിലില്ല. അങ്ങനെ ഇപ്പോഴുള്ള ഏറ്റവും അവസാനമായ ശ്രമം ഈ 100 ദിവസം കഴിഞ്ഞ് 101-ാം ദിവസമാകുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൗദി അറേബ്യ, അതുപോലെ ഒമാൻ, ഖത്തർ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട പശ്ചിമേഷ്യൻ രാജ്യങ്ങളെയും ചൈനയെയും റഷ്യയും എല്ലാം വിളിച്ചുകൂട്ടി അവിടെ ഒരു സമാധാന പാക്കേജ് ഉണ്ടാക്കാനാണ് ഇപ്പോൾ പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എന്തേലുമൊക്കെ സമാധാന പാക്കേജ് ഉണ്ടാക്കിയിട്ട് എന്നെ ഇതിൽ നിന്നൊന്ന് മാറ്റിത്തരൂ എന്നാണ് ട്രംപിൻ്റെ നിലപാട്. അപ്പോൾ അതിനിടയിൽ വീണ്ടും ഈ യുദ്ധം കൊഴുപ്പിക്കാൻ നോക്കുന്നത് നെതന്യാഹുവാണ്. പക്ഷേ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ഞായറാഴ്ച നടന്ന ആക്രമണം വലിയ ഒരു തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ ഇതുവരെ യുദ്ധം ബാധിക്കാത്ത പ്രദേശങ്ങളിലേക്ക് കൂടി ബോംബുകൾ വീഴുകയും അതിനെ തടുക്കാൻ കഴിയാത്തൊരവസ്ഥയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത്, നേരത്തെ ഒരു കുഴപ്പവുമില്ലാതെ ഈ 100 ദിവസത്തിന് മുമ്പ് യാതൊരു കുഴപ്പമില്ലാതെ എല്ലാ കപ്പലുകളും പോയിരുന്ന, ലോകത്തിൻ്റെ എണ്ണ സമ്പത്തിൽ 20% കടത്തിക്കൊണ്ടുപോയിരുന്ന ആ ഹോർമ്യൂസ് കടലിടുക്ക് അവസാനം വലിയ നിയന്ത്രണങ്ങളോടുകൂടിയുള്ള ഒരു ഇടമായി മാറാനും, ആ നിയന്ത്രണങ്ങൾക്ക് ഇപ്പോൾ ഇറാനും ഒമാനും പറയുന്നത് പോലുള്ള നിയന്ത്രണങ്ങളിലേക്ക് എത്തിച്ചേരുവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കൂടുതൽ കാണുന്നത്. ഇപ്പോൾ വെനിസ്വേല പോലുള്ളൊരു പാവം രാജ്യത്ത് പോയി അവിടുത്തെ പ്രസിഡൻ്റൊക്കെ പിടിച്ചുകൊണ്ട് വന്നു. പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഗ്രീൻലാൻഡ് ഞങ്ങൾക്ക് വേണം, ഐലൻഡ് ഞങ്ങൾക്ക്, അത് സ്വന്തം രാജ്യമാണ്, ആ രാജ്യം ഞങ്ങൾക്ക് വേണം, ക്യൂബയിൽ ഉപരോധം ഏർപ്പെടുത്തും, തുർക്കിയോട് യുദ്ധം ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ പറയുന്ന അമേരിക്കയുടെ സ്ഥിതി വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴെത്തിയിരിക്കുന്നത്. മിക്കവാറും ഈ യുദ്ധം കുറഞ്ഞ ദിവസങ്ങളിൽ തീരും. കാരണം തീർക്കാതിരിക്കാൻ അമേരിക്കക്ക് സാധിക്കില്ല. കാരണം ഇനിയും ഇത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അമേരിക്കൻ എക്കണോമിയുടെ പൂർണ്ണമായ നാശത്തിലേക്കാണ് എത്തിച്ചേരുക. പക്ഷേ ഇതിൻ്റെ ഒരു ഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കോവിഡ് കാരണം അങ്ങേയറ്റം പ്രതിസന്ധിയിലായിരുന്ന ലോക സാമ്പത്തിക രംഗം ഒരുവിധം പച്ചപിടിച്ച് കയറി വരുന്ന സമയത്താണ് ഈ യുദ്ധം വരികയും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും ഈ യുദ്ധം വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്യും. ഇന്ധന വില കുതിച്ചുയർന്നു, അതുപോലെ മറ്റ് പല രീതിയിലും പല വ്യവസായങ്ങളെ അത് ബാധിക്കുകയും, പിന്നെ ഇപ്പോൾ UAE എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ബിസിനസ് ഹബ്ബായിരുന്നു, അവിടെ തന്നെയും വലിയ നാശനഷ്ടങ്ങളുണ്ടായി, അവിടുത്തെ ബിസിനസ്സും കണ്ടമാനം കുറഞ്ഞു. അങ്ങനെ വരുമ്പോൾ പൊതുവെ ലോകത്തെ വലിയൊരു മാന്ദ്യത്തിലേക്ക് എത്തിക്കാൻ ഈ യുദ്ധം കൊണ്ട് ട്രംപിനും നെതന്യാഹുവിനും സാധിച്ചു എന്നതാണ് ഈ യുദ്ധത്തിൻ്റെ പരിണിത ഫലം. ഈ 101-ാം ദിവസം നമ്മൾ നോക്കുമ്പോൾ അതാണ് അതിൻ്റെ പരിണിത ഫലം.